അപ്പോൾ സ്കൾ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം അവിടെയുണ്ട്. ചെറിയ കുട്ടികളെ അവർ കാലിൽ പിടിച്ച് മരത്തിൽ തലക്കടിച്ചിട്ട്, അപ്പോൾ നമുക്ക് ശരിക്കും അവിടെ ചെന്നാൽ കാണാൻ പറ്റും ഇതെല്ലാം. വന്ന് ആയിരക്കണക്കിന് കുട്ടികളെ അതുപോലെ ഇൻ്റലക്ച്വൽസിനെ എല്ലാം അവർ കൊന്നൊടുക്കിയിട്ട് ലോകത്തിൻ്റെ പല ഭാഗത്തും യാത്ര ചെയ്തിട്ടുണ്ട്, പല യാത്രകളുടെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്തിൻ്റെ വളരെ ഹൃദയത്തോട് അടുത്ത് അല്ലെങ്കിൽ ഹൃദയം സ്പർശിച്ച യാത്രകളെ കുറിച്ച് ഒന്ന് പങ്കുവെക്കാൻ വേണ്ടി. ഞാൻ 2009 മുതലാണ് വളരെ ആക്റ്റീവായിട്ട് യാത്ര ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ ഉള്ളത് ഒരു യാത്ര ഞാൻ കംബോഡിയയിൽ വളരെ എക്സ്റ്റെൻസീവായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രികളിൽ എക്സ്റ്റെൻസീവായിട്ട് യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ കംബോഡിയയിലെ പോൾപോട്ടിൻ്റെ ഒരു കാലഘട്ടമുണ്ട്. അപ്പം പോൾപോട്ടിൻ്റെ കാലഘട്ടത്തിൽ അവിടെ നടന്ന ജനോസൈഡിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, വായിച്ചിട്ടുണ്ട്. അപ്പോൾ സ്കൾ മ്യൂസിയം എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിയം അവിടെയുണ്ട്, കംബോഡിയയിൽ നോംപെനിലാണുള്ളത്. സ്കൾ മ്യൂസിയത്തിൽ പോയി കഴിഞ്ഞാൽ ഒരു സാധാരണ മനുഷ്യന് അവൻ്റെ ഒരു കയറുന്ന ഒരു മൈൻഡ് സെറ്റോടുകൂടി തിരിച്ചു വരാൻ സാധിക്കില്ല. അപ്പോൾ അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഭയങ്കരമായിട്ട് എന്നെ ഹൗണ്ട് ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസാണ് ഈ നോംപെനിലുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ്. കാരണം ചെറിയ കുട്ടികളെ അവർക്ക് തുടക്കത്തിൽ അവർ വെടിവെച്ച് കൊല്ലാൻ തുടങ്ങി. വെടിവെച്ച് കൊല്ലുമ്പോൾ ഈ ബുള്ളറ്റ്സിൻ്റെ എക്സ്പെൻസസ് കണക്ക് കൂട്ടിയിട്ട് അത് കൂടുതലാണെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ അവർ കാലിൽ പിടിച്ച് മരത്തിൽ തലക്കടിച്ചിട്ട്, അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും അവിടെ ചെന്നാൽ കാണാൻ പറ്റും ഇതെല്ലാം. വന്ന് ആയിരക്കണക്കിന് കുട്ടികളെ അതുപോലെ ഇൻ്റലക്ച്വൽസിനെ എല്ലാം അവർ കൊന്നൊടുക്കിയിട്ട് അത് ഇങ്ങനെ കുഴിമുണ്ടാക്കി അതിലേക്കിട്ട് അവസാനം അവിടെ നിന്ന് അവർ റിക്കവർ ചെയ്ത സ്കള്ളുകളെല്ലാം കൂടി എടുത്തിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഈ സ്കൾ മ്യൂസിയം. സോ ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്യും ഇപ്പോഴും, അത് പലപ്പോഴും ഓർക്കുമ്പോൾ. അതുപോലെ ഓഷ്വിറ്റ്സ് പോളണ്ടിലെ എല്ലാം നമ്മൾ ഈ യാത്ര ചെയ്യുമ്പോഴാണ് നമ്മൾ ലോകത്തെ അറിയുക, നമ്മൾ കൂടുതൽ മനസ്സിലാക്കുക. നമ്മളിലുള്ള ഒരു കംഫർട്ട് സോണിൽ മാത്രമല്ല ജീവിതമുള്ളത്. മനുഷ്യർ ഏതൊക്കെ സാഹചര്യത്തിലൂടെ കടന്നുപോയി എന്നൊക്കെ നമുക്കറിയാൻ പറ്റുക ഇത്തരത്തിലുള്ള യാത്രകളിലൂടെയാണ്.